സോഷ്യലിൻ്റെ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോർച്ചുഗലിൽ വന്നിട്ട് ആദ്യമായിട്ട് ബസ്സിൽ പോവാം. ഓക്കെ, അപ്പോൾ പോയി റെഡി ആവട്ടെ. അപ്പോൾ രാവിലെ എണീച്ച് റെഡിയായി. ഇനി നമുക്ക് കാപ്പി കൊടുക്കാം. നമ്മൾ മറ്റേ സോഷ്യൽ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് കർത്താക്സോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. 8 മണിക്കാണ് ബസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യാം. പിന്നെ ബസ്സിൽ കയറി €2.55 അപ്പോൾ നമുക്ക് കർത്താക്സോ എത്തിയിട്ട് കാണാം. കിട്ടലല്ലേ എം പെർഫോമൻസ് M3 ആണെന്ന് തോന്നുന്നത്. ഇഷ്ടപ്പെട്ട് നൈസ്. ഇന്നലെ നടന്ന പ്രാന്തപ്രദേശം പോലെയുള്ള സ്ഥലം വിത്ത് വീടുകൾ. കർത്താക്സോ എത്തിയിട്ട് ഇങ്ങനെ സോഷ്യൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. 9 മണിക്കേ തുറക്കുകയുള്ളൂ. അതായത് നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മറ്റേ ഫിസിക്കലിൻ്റെ പേപ്പർ എടുക്കാൻ പോയ പോലെ ടാക്സിൻ്റെ പേപ്പർ എടുക്കാൻ പോയാൽ അവിടെ ഇതുകൊണ്ട് ക്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. മാപ്പ് ഇട്ടത് കാരണം മാപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ. ഓക്കെ, പിന്നെ വീഡിയോ എടുക്കാൻ പാവം ഒരു കിളിക്കുട്ടി. നമുക്കതിനെ എടുത്ത് ഉടക്കാം. നാട്ടിൽ കുറേ കിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വലിയ സ്ഥലമാണ്. എനിക്ക് പെട്ടെന്ന് ദുബായ് ഓർമ്മ വന്ന്. ദുബായിയുടെ പ്രാന്തപ്രദേശത്തൂടെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്ന്. എന്തിയാ പെട്ടെന്ന് ബിൽഡിങ്ങുകളും കാറുകളൊക്കെ കിടക്കുന്നുണ്ട്. അത് ഓർമ്മ വന്നു. എന്താ ഒരു അബാൻഡൻഡ് ഒരു പള്ളിയാന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ കണ്ടൊരു വീടാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കൊള്ളാം. നമ്മുടെ നാട്ടിലെ അരളിപ്പൂ പോലത്തെ ഒരു സാധനം. ഇവിടെ ഉള്ളവരൊന്നും ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. കൊള്ളാം. എത്തേണ്ട സ്ഥലത്തെത്തി. പക്ഷേ പുറത്താണ്. അത് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവം തുറക്കുമെന്ന് വിചാരിക്കുന്നു. ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ വെയിൽ കായാതെ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കണം. ഇതുപോലെ പച്ചറച്ചിയും കിട്ടുമെന്ന് നോക്കാം. ഇവിടേക്ക് ആയിരുന്നു വരേണ്ടിയിരുന്നത്. നമ്മൾ റോഡിൻ്റെ അപ്പുറത്ത് വന്നിട്ട് സ്ഥലത്തെത്തി എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനമായി പോയേനെ. ഇപ്പം നമ്മൾ 3ാമതായി. കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് സോഷ്യൽ നമ്പർ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് എടുക്കാനുള്ള ഫോം ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അഡ്രസ്സ് എടുക്കണം. പിന്നെ ഇപ്പം 3 പേപ്പറുകളായി. ഫിസിക്കൽ നമ്പർ, ടാക്സ് പെയർ നമ്പർ, പിന്നെ അഡ്രസ് പ്രൂഫ്, സോഷ്യൽ നമ്പർ. 4 പേപ്പറായാലും ഇല്ല കുറച്ച് നമ്പറുകളുണ്ട്. അപ്പോൾ ആ നമ്പറിലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ അസംബുജ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് സിറ്റിയല്ല അവിടേക്ക് പോവുകയാണ്. ബസ്സിലാണ് പോണത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ നല്ല വീട്ടിലേക്ക്. ഓക്കെ, നമ്മൾ കൊടുക്കാനുള്ള പൈസ സെറ്റാക്കി വെക്കുകയാണ്. €1, €2, 2.5, 2.55 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെക്കട്ടെ ഗൈസ്. നമുക്ക് നമ്മുടെ അസംബുജയിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ 10 നോട്ട് ചില്ലറ ആക്കേണ്ടി വരും. ചില്ലറ ആക്കി കഴിഞ്ഞാൽ കുറേ ചില്ലറ കയ്യിൽ കിട്ടും. അതാണ് പ്രശ്നം. നല്ല വെയിറ്റ് ഉണ്ട് ഭണ്ഡാരം. കിലിന്ന് നമ്മൾ കൊലിച്ചിട്ട് നടക്കണമല്ലോ നടക്കൊണ്ടിരിക്കും. അതിനേക്കാളും നല്ലൊരു ചില്ലറ ആക്കാതിരിക്കുന്നേ ഇരിക്കും. ഈ കയ്യിലുള്ള ചില്ലറകളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ചില്ലറ കിട്ടുമ്പോൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അസംബുജയിലേക്ക് പോവുക. വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപാടെ ഒരു സാധനം നിൽക്കുന്നുണ്ട്. പൊളി സ്ഥാനം. ഇവിടെ സെഡാന് കാണാൻ ഭയങ്കര സീനാണ്. സെഡാനൊക്കെ വളരെ കുറവാണ്. ഫുള്ളും മറ്റേ ഹാച്ച് ബാക്ക് സാധനങ്ങളാണ്. ഇതുപോലത്തെ
നൈസായിട്ട് പാളി. അതായത് നമ്മൾ അസംബുജ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ അവേരാസ് ഡിസിമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് നേരിട്ട് അവേരാസ് ഡിസിമയിലേക്ക് എത്താൻ പറ്റി. അസംബുജ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പിന്നെ അവേരാസ് ഡിസിമയ്ക്ക് വരാനായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ആ ബസ് നേരെ അവേരാസ് ഡിസിമയിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നേരെ അവേരാസ് ഡിസിമയിൽ എത്തി. അസംബുജയ്ക്കുള്ള ടിക്കറ്റിൻ്റെ പൈസ 50 പൈസ വേസ്റ്റ് ആയിപ്പോയി. കോട്ടെ, സാരമില്ല, നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോണ വഴിയാണ്. ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. എനിക്കും ലോറിയൊക്കെ വരുന്നുണ്ട്. ഇതാണ് അവേരാസ് ഡിസിമ. ഇതൊരു കന്നഡ കടയാണ്, കന്നഡ കട. ആ മിറാണ്ട എന്നുള്ള ഫാർമസീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീടുള്ളത്. ഈ കാണുന്ന മഞ്ഞയും പച്ചയും നിറഞ്ഞ ബ്രസീലിൻ്റെ കളറുള്ള വീടാണ് നമ്മുടെ വീട്. അപ്പോൾ ഓക്കെ, ബൈ.